തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നഗരസഭ 23-ാം വാർഡിൽ നിന്ന് സഖാവ് KU ഗോപകുമാർ മത്സരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സംഘാടകൻ, പ്രദേശത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ധന്യ തിയേറ്റേഴ്സിൻ്റെ അമരക്കാരൻ, ഗണേഷ് ഗിരി സ്കൂളിൻ്റെ PTA ഭാരവാഹി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹി, റെസിഡൻറ്റ് അസോസിയേഷൻ ഭാരവാഹി, ഉത്സവാഘോഷങ്ങളുടെ നടത്തിപ്പുകാരൻ എന്നീ നിലകളിലൊക്കെ ഈ നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലും കയ്യൊപ്പ് പതിഞ്ഞ സഖാവ് ഗോപകുമാറിനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏറെ അഭിമാനത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2 പ്രളയത്തിനും നിപ്പയ്ക്കും കോവിഡിനു മുന്നിൽ പകച്ചു നിൽക്കാതെ ദൃഢനിശ്ചയത്തോടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയും വികസനത്തിലും ക്ഷേമത്തിലും ഊന്നി കേരള സംസ്ഥാനത്തെ ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ 1-ാം നമ്പർ സംസ്ഥാനമായി മാറ്റിത്തീർത്തു. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ വീടെന്ന വിദൂര സ്വപ്നം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പൂവണിഞ്ഞു. സാമ്പത്തിക വ്യത്യാസമില്ലാതെ കോവിഡ് മൂലം ജീവിത പ്രതിസന്ധിയിലായ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ റേഷനും ഭക്ഷ്യക്കിറ്റും നൽകി. പരിഗണന അർഹിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമ പെൻഷനുകൾ 600 രൂപയിൽ നിന്ന് 1500 രൂപയായി ഉയർത്തി മുടങ്ങാതെ നൽകി. തൊഴിലെടുക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും വർദ്ധിപ്പിച്ച ക്ഷേമനിധികളും ആശ്വാസ പദ്ധതികളും നൽകി. ഏറെ പരിതാപകരമായിരുന്ന പൊതുവിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ എല്ലാ വിദ്യാലയങ്ങളും സ്മാർട്ട് വിദ്യാലയങ്ങളായ സംസ്ഥാനമായി മാറി. നെൽകൃഷി ലാഭകരമാക്കി. തരിശിട്ട പാടങ്ങൾ പൂവണിഞ്ഞു. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമാവാൻ വിഷരഹിത പച്ചക്കറി സംസ്ഥാനമാകെ വ്യാപിക്കുകയാണ്. കുതിക്കുന്ന കേരളത്തോടൊപ്പം മുന്നേറുകയാണ് നമ്മുടെ ഷൊർണൂർ നഗരസഭയും. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നാടിൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന തടയണ യാഥാർത്ഥ്യമായി. ഇതോടെ ഷൊർണൂർ, വള്ളത്തോൾ നഗർ, വാണിയംകുളം പഞ്ചായത്തുകളുടെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി. ഷൊർണൂർ നഗരസഭയുടെ സ്വപ്ന പദ്ധതികളായ ടൗൺ ഹാൾ, ഭാരതപ്പുഴയോട് ചേർന്ന് വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന പാർക്ക്, കുട്ടികളുടെയും വയോജനങ്ങളുടെയും പാർക്ക്, കുളപ്പുള്ളിയിൽ ലോകബാങ്ക് സഹായത്തോടെ അമ്യൂണിറ്റി സെൻറ്റർ, ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ്, നാടിൻ്റെ മുക്കും മൂലയും കൂട്ടിയോജിപ്പിക്കുന്ന പുതിയ റോഡുകൾ, ഷൊർണൂർ മാർക്കറ്റ് കോംപ്ലക്സ് നവീകരണം, ഡയാലിസിസ് യൂണിറ്റോടെ നവീകരിച്ച ഗവൺമെൻറ് ആശുപത്രി, കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന വിധത്തിൽ കുടുംബശ്രീ പ്രവർത്തനം, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തുടങ്ങി പറഞ്ഞാലൊടുങ്ങാത്ത അഭിമാനകരമായ നേട്ടങ്ങളാണ് ഷൊർണൂർ കൈവരിച്ചത്. പദ്ധതി തുക ചിലവഴിക്കുന്നതിലും നടത്തിപ്പിലും ജില്ലയിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിക്കുള്ള കേരള സർക്കാർ പുരസ്കാരവും, ശുചിത്വ കേരളം പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുരസ്കാരവും ഷൊർണൂർ നഗരസഭ കരസ്ഥമാക്കി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ 5 ആണ്ട് ഷൊർണൂർ നഗരസഭ നവകേരളത്തോടൊപ്പം കുതിക്കുകയാണ്. ഈ വികസനങ്ങളുടെയൊക്കെ ഗുണഫലങ്ങൾ ഒട്ടേറെ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വാർഡ് പ്രദേശമാണ് നമ്മുടെ വാർഡും. പുതിയ റോഡുകൾ, വികസന പദ്ധതികൾ, ലൈഫ് വീടുകൾ, കോവിഡ് പ്രതിരോധം, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും സജീവമായ ഇടപെടലാണ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നടന്നത്. വാർഡ് പ്രദേശത്തെ പ്രധാന വിദ്യാലയമായ ഗണേഷ് ഗിരി സ്കൂൾ അഭിമാനാർഹമായ തിളക്കത്തിൻ്റെ നിറവിലാണ്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ 100% വിജയം നേടി. ഈ വർഷം +1-ന് 100% അഡ്മിഷൻ പൂർത്തിയായി. ശാസ്ത്ര വിഷയങ്ങൾക്കുള്ള ഹൈടെക് ലാബുകളുടെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാവുകയാണ്. എക്കാലവും ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ സവിശേഷ പരിഗണനയിലാണ് സ്കൂളിന് മുന്നേറാനായിട്ടുള്ളത്. MLA ഫണ്ട്, MP ഫണ്ട് തുടങ്ങിയവ ലഭ്യമാക്കി കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചു. MLA ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ ബസ് യാഥാർത്ഥ്യമാക്കി. കഴിഞ്ഞ 3 വർഷമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായി സഖാവ് കൃഷ്ണദാസും സ്കൂൾ വികസനത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും
സഖാവ് ഗോപകുമാറിൻ്റെയും പങ്ക് പേരെടുത്തു പറയേണ്ടതാണ്. 1 രൂപയുടെ സഹായം പോലും ലഭ്യമാക്കാതെ സ്കൂളിനെ അവഗണിച്ച വർഗീയ കുത്തിത്തിരിപ്പു ശക്തികൾ സ്കൂളിനെ അപവാദ പ്രചരണങ്ങൾക്ക് കേന്ദ്രമാക്കുകയാണ്. BJP നയിക്കുന്ന ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നിട്ടും വെറും മീറ്ററുകൾ മാത്രം പണി പൂർത്തിയാക്കി നിള റോഡിനെ ബന്ധിപ്പിക്കാനുള്ള അനുമതി റെയിൽവേയിൽ നിന്ന് നേടിയെടുക്കാനുള്ള പ്രാപ്തി പോലുമില്ലാത്ത മുൻ BJP കൗൺസിലറാണ് ഈ അപവാദ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഏറെ അപഹാസ്യം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി വാർഡ് പ്രദേശത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന തെക്കേ റോഡ് കമാനം പുതുക്കിപ്പണിയുന്നതിനായി 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ മറ്റൊരു പ്രധാന പദ്ധതിയായ ഒരുമ കോളനി റോഡ് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ജനക്ഷേമത്തിൻ്റെയോ നേട്ടങ്ങളുടെയോ കണക്കൊന്നും പറയാനില്ലാതെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചും ആവർത്തിച്ചും ഒരു മെയ്യും മനസ്സുമായി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തരം താണുകൊണ്ടാണ് UDFും മതവർഗീയ ശക്തികളും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. മതതീവ്രവാദ ശക്തികൾ ചാരിറ്റിയുടെ മുഖം മൂടിയണിഞ്ഞ് ഈ നാടിൻ്റെ സാമൂഹ്യ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാനൊരുങ്ങുന്നു. ചുളിയാത്ത ഖതറും കുത്തിത്തിരിപ്പു രാഷ്ട്രീയവും അരയും തലയും മുറുക്കി മറ്റൊരു ഭാഗത്ത്, മനുഷ്യജീവിതത്തിൻ്റെ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ബാധകമല്ലാത്ത വർഗീയ ശക്തികൾ മനുഷ്യവിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ട് വേറൊരു ഭാഗത്ത്, അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അളിഞ്ഞ നുർമുഖങ്ങൾ ഇനിയൊരു ഭാഗത്ത്. മറ്റൊരു വാർഡിലും അഭിമുഖീകരിക്കാത്ത വിധം ഈ വാർഡിൻ്റെ മാത്രം സവിശേഷകരമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സഖാവ് ഗോപകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രസക്തമാകുന്നത്. ഒരു ചുമട്ടു തൊഴിലാളിയിൽ നിന്ന് നാടിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയ അസൽ തൊഴിലാളി വർഗ പോരാളിയായ സഖാവ് ഗോപകുമാറിൻ്റെ വിജയം ഈ നാട് ഒരു ഉത്സവമാക്കി മാറ്റും. എല്ലാവിധ മാനവിക വിരുദ്ധ ശക്തികളെയും പരാജയപ്പെടുത്തി ഈ നാട് അതിൻ്റെ അന്തസ്സാർന്ന ശിരസ് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് KU ഗോപകുമാറിനെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ഗോപകുമാറിന്റെ വിജയം ഒരു ചരിത്രമാകട്ടെ. പടുത്തുയർത്തിടുന്നു നമ്മൾ നവകേരളം, തുടർച്ച വേണം ഇക്കുതിച്ച കേരളം.